Good morning, students. Plus two സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാസ്തവിക സാമ്പത്തിക ശാസ്ത്ര വിശകലനത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രാമാണിക സാമ്പത്തിക ശാസ്ത്ര വിശകലനത്തെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. The difference between positive economic analysis and normative economic analysis. Okay. In this class we are going to discuss about microeconomics and macroeconomics. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Okay, the economic theory or the subject matter of economics has been studied traditionally under two branches. One is microeconomics and macroeconomics. So the word micro and macro comes from or derived from Greek. Greek words, these are two Greek words, micros and macros. Micros means very small. വളരെ ചെറുതിനെയാണ് നമ്മൾ മൈക്രോസ് എന്ന് പറയുന്നത്. Macros means very big. So the microeconomics can be defined as the study of individual units of an economy. ഒരു സമ്പദ്ഘടനയുടെ വളരെ ചെറിയ ഒരു വ്യക്തിഗത അല്ലെങ്കിൽ ചെറിയൊരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതാണ് മൈക്രോ എക്കണോമിക്സ്. വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ്. സോ മൈക്രോ എക്കണോമിക്സ് can be defined as the study of an individual unit of an economy. Take the case, if you take the study of or the theory of consumer behavior. ഒരു ഉപഭോക്താവിന്റെ സാമ്പത്തിക സ്വഭാവത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ it comes under microeconomics. Why? Because the consumer is only a very small part of a big economy. ഒരു സമ്പദ്ഘടനയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഒരു ഉപഭോക്താവ്. ആ ഉപഭോക്താവിന്റെ സ്വഭാവത്തെക്കുറിച്ച് സാമ്പത്തിക സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് മൈക്രോ എക്കണോമിക്സിലാണ് വരിക. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇഫ് യു വാണ്ട് ടു സ്റ്റഡി ദ തിയറി ഓഫ് എ ഫേം, ഒരു സ്ഥാപനത്തിന്റെ ഇതുപോലത്തെ സാമ്പത്തിക സ്വഭാവത്തെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ സച്ച് സ്റ്റഡി ആൾസോ കംസ് അണ്ടർ മൈക്രോ എക്കണോമിക്സ്. സോ മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് individual units of an economy, and the study of consumer behavior, theory of firm, etc. comes under microeconomics. But what is macroeconomics? Macro, the word macros or the Greek word macros means very big, and macroeconomics can be defined as the study of the economy as a whole. ഒരു സമ്പദ്ഘടനയെ മുഴുവനായിട്ടും നമ്മൾ പഠിക്കുകയാണെങ്കിൽ such a study comes under macroeconomics. Suppose if you want to study the national income of a country, ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കുന്നതെങ്കിൽ then such study comes under macroeconomics. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നാണ് മലയാളത്തിൽ പറയുക. If we want to study the total employment of a nation, ഒരു രാജ്യത്തിന്റെ മൊത്തം തൊഴിലിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കുന്നതെങ്കിൽ such a study comes under macroeconomics. Or if you want to study the aggregate demand, രാജ്യത്തിന്റെ മൊത്തം ചോദനത്തെക്കുറിച്ച്, total supply, മൊത്തം പ്രധാനത്തെക്കുറിച്ച്, അത്തരത്തിലുള്ള പഠനങ്ങൾ ഒക്കെ വരുന്നത് മാക്രോ എക്കണോമിക്സിലാണ്, അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലാണ്. So there are two branches of economics, microeconomics and macroeconomics. Microeconomics studies the individual unit of an economy. ഓരോ വ്യക്തിഗത യൂണിറ്റിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സിൽ അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്നത്. ഒരു സമ്പദ്ഘടനയെ മൊത്തത്തിലെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്, the studies of the economy as a whole. And you can clearly explain this the distinction between microeconomics and macroeconomics. Suppose you want to study about the trees in a forest. ഒരു കാട്ടില് ഓരോ മരത്തിനെയും കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിനെ നമ്മൾ മൈക്രോ പഠനം എന്നാണ് പറയുക. If you want to study a tree in a forest, individual unit. Suppose you consider the forest as the whole economy. കാടിനെ നമ്മൾ
മൊത്തത്തിലുള്ള ഒരു വലിയൊരു സമ്പദ്ഘടനയായിട്ട് നമ്മൾ കാണുക. ആ സമ്പദ്ഘടനയിലെ ഓരോ മരത്തിനെ കുറിച്ചാണ്, മരം എന്ന് പറഞ്ഞാൽ കാട്ടിലെ ഓരോ വ്യക്തിഗത യൂണിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഓരോ മരത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ such a study comes under microeconomics. Okay, and if you want to study the forest as a whole, ഒരു കാടിനെ മൊത്തത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ such a study comes under macroeconomics. Okay, that's a distinction between microeconomics and macroeconomics. So ഇതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗം, മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ പാഠഭാഗം ഇൻട്രൊഡക്ടറി ടു മൈക്രോ എക്കണോമിക്സ് അവസാനിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ മാക്രോ എക്കണോമിക്സിലേക്കാണ് പോകുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ മാക്രോ എക്കണോമിക്സിലെ അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, till then, goodbye. Thank you.